നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ പരിഹസിക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു. വിദേശ നേതാക്കൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വയം നിയന്ത്രണവും ബഹുമാനവും പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി. ഇന്ത്യയ്ക്ക് ഇറ്റലിയുമായി വളരെ ശക്തമായ നയതന്ത്ര ബന്ധമാണുള്ളതെന്നും ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഏത് രാഷ്ട്രീയ വിഷയവും ബഹുമാനത്തോടെ വേണം മുന്നോട്ട് വയ്ക്കാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രചനാത്മക് കോൺഗ്രസ് നാഷണൽ കൺവെൻഷനിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയം വെറും നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങിയെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു. പ്രസംഗത്തിനിടെ വേദിയിലുണ്ടായിരുന്ന രചനാത്മക് കോൺഗ്രസ് മേധാവി സന്ദീപ് ദീക്ഷിതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ തന്റെ പരാമർശത്തെ വിശദീകരിച്ചത്. മറ്റു രാജ്യങ്ങളുടെ നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നത് തന്നെയാണ് വിദേശ നയം എന്ന ആശയം പ്രധാനമന്ത്രിക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് രാഹുൽ ചോദിച്ചു. ഇതിന് മറുപടിയായി തന്നെ കെട്ടിപ്പിടിച്ചത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയാണെന്ന് വിചാരിച്ചല്ലോ എന്ന് സന്ദീപ് ദീക്ഷിത് രാഹുലിനോട് തമാശയായി ചോദിക്കുകയുണ്ടായി. എന്നാൽ താൻ ഇതുവരെ അത്രത്തോളം എത്തിയിട്ടില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. മെലോണിയെക്കുറിച്ചുള്ള ഈ പരാമർശം സ്ത്രീവിരുദ്ധവും അനാവശ്യവുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തന്റെ പ്രസംഗത്തിലുടനീളം നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ കടുപ്പമേറിയ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. വിദേശ നയത്തിലൂടെ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മോദി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രിയും തന്റെ മുത്തശ്ശിയുമായ ഇന്ദിരാഗാന്ധി അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുമായി നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ ഓർമ്മിപ്പിച്ച രാഹുൽ ഇന്ത്യൻ വിദേശ നയം കേവലം വ്യക്തിബന്ധങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ താൽപര്യങ്ങളാൽ നയിക്കപ്പെടേണ്ടതാണെന്ന് വ്യക്തമാക്കി. ലോക നേതാക്കൾ തന്റെ സുഹൃത്തുക്കളാണെന്ന ചിന്ത പ്രധാനമന്ത്രിയുടെ തലയിൽ എവിടെ നിന്നാണ് വന്നതെന്നും അദ്ദേഹം ചോദ്യമുന്നയിച്ചു. സമീപകാലത്തുണ്ടായ US-ഇറാൻ സംഘർഷത്തെക്കുറിച്ചും രാഹുൽ തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. സംഘർഷം നിലനിന്നിരുന്ന വേളയിൽ ഇരുപക്ഷത്തെയും ഒന്നിച്ചു കൊണ്ടുവരുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെയൊരു നേതൃത്വം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതൊരു വലിയ അവസരമാകുമായിരുന്നു. കാരണം ഇറാൻ നമ്മുടെ പഴയ സുഹൃത്താണ്. അമേരിക്കയും റഷ്യയും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതിനാൽ അവർക്കിടയിൽ സൗഹൃദം സ്ഥാപിക്കാൻ നമുക്ക് മധ്യസ്ഥത വഹിക്കാമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇടപെട്ട് ആ സ്ഥാനം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദി അത് നോക്കി നിൽക്കുക മാത്രം ചെയ്തു, രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി BJP രംഗത്ത് വന്നു. രാഹുൽ രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ അതിരുകളും ലംഘിച്ചതായി BJP വക്താവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു.